Very warm welcome to everyone today's EVS classroom. So today we are going to take about a new chapter. EVS, right? Care for friends. Unit name is Care for Friends. കൂട്ടുകാർക്കൊരു കരുതൽ എന്ന ഒരു പുതിയ പരിസര പഠന യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഈ പാഠത്തിൻ്റെ ആമുഖത്തിലേക്ക് കടക്കാം. A lot of accidents happen in our surroundings daily. Most of them are the result of carelessness. Majority of the victims of these accidents are children. Children should have an awareness about accidents, the precautions to be taken against them, lesson of first aid, etc. And therefore all these are included in this lesson. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ചുറ്റും ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട് അല്ലേ? അതിൽ കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കുട്ടികളാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധമുണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള മുൻകരുതലുകൾ എങ്ങനെയൊക്കെ എടുക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ആണ് ഈ ഒരു ചാപ്റ്റർ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. റെഡി? കെയർ ഫോർ ഫ്രണ്ട്സ്, കൂട്ടുകാർക്കൊരു കരുതൽ. Did you observe the picture? നിങ്ങൾ ചിത്രം നിരീക്ഷിച്ചല്ലോ. What would you do if you witness such a situation? So friends, what happened in the picture? യെസ്, നമുക്കറിയാം, ഒരു കുട്ടിയുടെ ഗ്രൗണ്ടിൽ വീണ് കിടക്കുകയാണ് അല്ലേ? അവൻ്റെ മുട്ടിലൊന്നും എന്ത് ചെയ്യുന്നുണ്ട്? ചോര ബ്ലീഡിങ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ നിങ്ങളാണ് ഈ അപകടം കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക? വിൽ യു ഹെൽപ്പ്? വെരി ഗുഡ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ അല്ലേ? അപ്പോൾ താഴെയുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ നമുക്കൊന്ന് വായിക്കാം. യങ്സ്റ്റേഴ്സ് സേവ്ഡ് എ ഫാമിലി ബാക്ക് ടു ലൈഫ്. യുവാക്കൾ രക്ഷപ്പെടുത്തി കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചൈൽഡ്സ് കറേജ് അവോയ്ഡ്സ് ഡേഞ്ചർ. കുട്ടിയുടെ ധൈര്യം അപകടം ഒഴിവാക്കി. So read these news headlines. Do we usually help people when they meet with accidents? അപ്പോൾ ഇത്തരം വാർത്തകൾ നിങ്ങൾ വായിച്ചില്ലേ? നിങ്ങളിതുപോലെ അപകടത്തിൽപ്പെടുന്ന സഹായിക്കാറുണ്ടോ? വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ഇൻ സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അവരെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻ ടേക്ക് ദം ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ടേക്ക് ദം ടു ഹോസ്പിറ്റൽ. അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. ക്യാൻ ഇൻഫോം എൽഡേഴ്സ്. മുതിർന്നവരെ അറിയിക്കാം. ക്യാൻ ഇൻഫോം കൺസേൺസ് അതോറിറ്റീസ് അല്ലേ? ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാം അല്ലേ? ഹാവ് യു ഓർ അവർ ഫ്രണ്ട്സ് എവർ മെറ്റ് വിത്ത് ആക്സിഡൻസ്? മെൻഷൻ സം കോമൺ ആക്സിഡൻസ്. അപ്പോൾ എന്താണ്, ഇതുപോലെ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ എപ്പോഴെങ്കിലും അപകടങ്ങളെ ഫേസ് ചെയ്തിട്ടില്ലേ? മീറ്റ് ചെയ്തിട്ടില്ലേ? മെൻഷൻ സം കോമൺ ആക്സിഡൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് പൊതുവായിട്ടുള്ള അപകടങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ആക്സിഡൻസ് നമുക്കറിയാം, ഫയർ ബേൺസ് അല്ലേ? തീ പൊള്ളലുണ്ടായിട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ. ദെൻ പറയൂ. യെസ്, ഇലക്ട്രിക് ഷോക്ക് നിൽക്കുന്നത് അല്ലേ? ബൈറ്റിംഗ് ഓഫ് മാഡ് ഡോഗ്. അതെ, മാഡ് ഡോഗ് എന്ന് പറഞ്ഞതോ സാധാ ഡോഗല്ലല്ലോ. ഏത് ഡോഗാണ് മാഡ് ഡോഗ്? അതായത് പേളകിയ നായയാണ്. ദെൻ ഹിറ്റിംഗ് വെഹിക്കിൾസ് അല്ലേ? വണ്ടി ഇടിച്ചിട്ടുകൊണ്ടുള്ള അപകടങ്ങൾ. സ്റ്റക്ക് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ദ ത്രോട്ട്. അതായത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ഉണ്ടാകുന്ന അപകടങ്ങൾ. ദെൻ ഫിക്സിങ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ് ഇൻ ദ ഐ. കണ്ണിൽ മുറിച്ചേറിയ കാര്യങ്ങളൊക്കെ കണ്ണിലൊക്കെ തട്ടുക എന്നുള്ളത്. ദെൻ ഇഞ്ചുറി ഫ്രം ഫാളിങ് ഡൗൺ. വീണ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അല്ലേ? വീണ് മുറിവ് പറ്റുക, കാലുടുക്കുക, അതുപോലെ കൈയൊടിയുക, അങ്ങനത്തെ ഒരുപാട്
എല്ല് പൊട്ടണത് സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ഇഞ്ചുറികൾ വീണ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ദെൻ വി ടു ക്യാൻ ഹെൽപ്പ്, നമുക്കും സഹായിക്കാം. ജോൺ പീപ്പിൾ ഹു മീറ്റ് വിത്ത് ആക്സിഡൻറ്റ്സ് നീഡ് കെയർ ബിഫോർ റീച്ചിങ് ഹോസ്പിറ്റൽ. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് പരിചരണം ആവശ്യമല്ലേ? യെസ്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ കെയർ ഗിവൻ ടു എ പേഴ്സൺ ഹു മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ബിഫോർ ഹി ഓർ ഷീ റിസീവ്സ് മെഡിക്കൽ അസിസ്റ്റൻസ്. അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ചെയ്യുന്ന പരിചരണത്തെയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? First aid is the care given to a person who meets with an accident before he or she receives medical assistance. അതായത് അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതിന് മുമ്പ് വരെ ചെയ്യുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. ഓക്കെ. ദെൻ ഫസ്റ്റ് എയ്ഡ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? അപ്പോൾ എന്തെല്ലാമാണ് പ്രഥമ ശുശ്രൂഷ നടക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇഞ്ചുറി, പരിക്കിൻ്റെ തീവ്രത കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തേത്. മനസ്സിലുണ്ടല്ലോ, അതായത് നമ്മുടെ പരിക്ക് പറ്റിയാൽ ആ പരിക്കിൻ്റെ തീവ്രത ചിലപ്പോൾ കൂടും, അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പറയാം ടു ഗെറ്റ് എ റിലീഫ് ബിഫോർ ഗെറ്റിംഗ് മെഡിക്കൽ അസിസ്റ്റൻസ്, അല്ലേ? വൈദ്യസഹായം എത്തുന്നതിന് മുമ്പ് അല്പം റിലീഫ്, ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡേഴ്സ്? പ്രഥമ ശുശ്രൂഷകൻ്റെ കടമകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പ്രഥമ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് കുറച്ച് കടമകളുണ്ട്. എന്തൊക്കെയാണ്? കൺസോൾ ദ ആക്സിഡൻറ്റ് വിക്ടിം, അപകടത്തിൽപ്പെട്ടയാൾ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. ദ സെക്കൻഡ് വൺ ഈസ് പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് അറ്റ് ദ ഏർലിയസ്റ്റ്, ആവശ്യമെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഏർപ്പെടുത്തണം, തയ്യാറാക്കണം. We must have a clear idea about the first aid to be provided to the victim in each accident case. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡേഴ്സിന് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്, അല്ലേ? അതിലൊന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുക, ആവശ്യമെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കുക. ഇനി നമുക്ക് പറയാം ഗിവ് കെയറിങ് ബിഫോർ ഗെറ്റിംഗ് മെഡിക്കൽ അസിസ്റ്റൻസ്, അല്ലേ? വൈദ്യസഹായം എത്തുന്നതിന് മുമ്പ് ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യുക? പരിചരിക്കുക, ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓരോ അപകടത്തിന് സ്വീകരിക്കുന്ന പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് എന്ത് ചെയ്യണം? ശരിയായ അറിവ് നമുക്ക് വേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. വോൺസ്, മുറിവ് പറ്റിയാൽ ഹാവ് യു എവർ ഗെറ്റ് വൗണ്ടഡ്? ഇപ്പോൾ നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടോ? വാട്ട് ഡു വി ഡു വെൻ ദ വോൺ ഈസ് മൈനർ? ചെറിയ മുറിവുകൾ ഉണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യാറുള്ളത്? അതെ, ക്ലീൻ ദ വോൺ വിത്ത് പ്യുവർ വാട്ടർ, മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയായി കഴുകും. ഹോൾഡ് ദ വൗണ്ടഡ് പാർട്ട് ഹൈ, മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കും, അല്ലേ? ഉയർത്തിപ്പിടിക്കുക. ദെൻ hold the wounded part tightly with a clean cloth to prevent bleeding. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കണം. Don't remove the blood clot from the injured parts. മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുത്. Don't leave the wound open as it will cause infection. മുറിവുകൾ തുറന്നു വെക്കുന്നത് അണുബാധ ഉണ്ടാവാൻ ഇടയാക്കും. Let the injured person be seated or laid comfortably if the injury is serious. ഗൗരവമേറിയ പരിക്കാണെങ്കിൽ മുറിവേറ്റയാളെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യണം. Take the injured person to hospital at the earliest. മുറിവേറ്റയാളെ എത്രയും വേഗം എന്ത് ചെയ്യണം? ആശുപത്രിയിൽ എത്തിക്കണം, അല്ലേ? അതൊക്കെയാണ് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ മുറിവേറ്റ ആളെ സംബന്ധിച്ചിടത്തോളം. Why should the first aid provider keep his hands clean? പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നയാൾ കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? Because several germs are present in our hand. When the first aid provider doesn't wash his hands before first aid, there was a chance of entering germs in his body through the wound. മനസ്സിലാവുന്നുണ്ടോ? അതായത്
നമ്മുടെ കൈകളിലൊക്കെ ബാക്ടീരിയകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? കൈകൾ വൃത്തിയാക്കണം. അവരുടെ കൈകളിൽ നിന്ന് അങ്ങനെ വല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് അയാളുടെ മുറിവിലേക്ക് പകരാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ നോസ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് രക്തം വന്നാൽ അല്ലേ എന്താ? ഫസ്റ്റ് വൺ ലൈക്ക് ദ പേഴ്സൺ സിറ്റ് ലീനിങ് ഫോർവേഡ്. അപ്പോൾ മുന്നോട്ട് ചായച്ചിട്ട് എന്ത് ചെയ്യണം? അയാളെ ഇരുത്തണം. പ്രസ് ദ ടിപ്പ് ഓഫ് ദ നോസ് വിത്ത് ദ തം ആൻഡ് ഫോർഫിംഗർ. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ അഗ്രഭാഗം അമർത്തി പിടിക്കണം. ആസ്ക് ദ പേഴ്സൺ ടു ബ്രീത്ത് ത്രൂ ദ മൗത്ത്. വായിലൂടെ ശ്വസിക്കാൻ നിർദ്ദേശിക്കണം. ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ടു ടോക്ക്. സംസാരിക്കാതിരിക്കാൻ നിർദ്ദേശിക്കണം. സംസാരിക്കാൻ അനുവദിക്കരുത്. ദെൻ സീക്ക് മെഡിക്കൽ അസിസ്റ്റൻസ്. വേഗത്തിൽ എന്ത് ചെയ്യണം? വൈദ്യസഹായം തേടണം. ദെൻ എ മോൾ ഇൻ ദ ഐ. കണ്ണിൽ കരട് വീണാൽ it is common that dust falls into the eye at times. Why should you not rub the eye when dust falls into it? കണ്ണിൽ പൊടി വീഴുന്നത് സാധാരണമാണ് അല്ലേ? കണ്ണിൽ പൊടി വീണാൽ കണ്ണ് തിരുമ്മരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? How can the speck of dust in the eye be removed? കണ്ണിൽ വീണ പൊടി എങ്ങനെ നീക്കം ചെയ്യും? So look at the picture. We can rinse the eye with clean water or remove the speck of dust with the tip of a wet kerchief. Particles that get into the eye shouldn't be forced out, but removed only with medical assistance. അപ്പോൾ കണ്ണിൽ പൊടി വീഴുന്നത് സാധാരണ നമുക്കറിയാം അല്ലേ? ഈ ചിത്രം നോക്കുക. ശുദ്ധജലം കണ്ണിൽ ധാരയായി ഒഴിച്ചും വൃത്തിയുള്ള നനഞ്ഞ തുവാലയുടെയോ മറ്റു അറ്റം കൊണ്ടും എടുക്കാൻ കഴിയില്ലേ? കണ്ണിൽ തറച്ചു പോയ വസ്തുക്കൾ നാം തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കാതെ ഇത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണെങ്കിൽ കേട്ടോ. ഉളുക്ക് സ്പ്രെയിൻ. ഉളുക്കാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഹാവ് യു ഫെൽറ്റ് എ സ്പ്രെയിൻ വൈൽ പ്ലേയിങ് സ്റ്റെപ്പിംഗ് ഡൗൺ സ്റ്റെയർസ്? വാട്ട് വിൽ യു ഡു വെൻ ദർ ഈസ് എ സ്പ്രെയിൻ? അപ്പോൾ കളിക്കുമ്പോഴോ പടികൾ ഇറങ്ങുമ്പോഴോ നിങ്ങളുടെ കാൽ എപ്പോഴെങ്കിലും ഉളുക്കിയിട്ടുണ്ടോ? ഉളുക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോൾഡ് ദ സ്പ്രെയിൻ പാർട്ട് ഹൈ വിത്തൗട്ട് മൂവിങ്. ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക. പ്ലേസ് ആൻ ഐസ് പാക്ക് ടു റെഡ്യൂസ് പെയിൻ. വേദന കുറയ്ക്കാൻ ഐസ് പാക്ക് വെക്കുക അല്ലേ? എന്താണ് ഐസ് പാക്ക്? ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ വിത്ത് ഐസ് പീസസ് ആൻഡ് വാട്ടർ റാപ്ഡ് ബൈ എ ക്ലീൻ പീസ് ഓഫ് ക്ലോത്ത് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഐസ് പാക്ക്. ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഐസ് ഇട്ട ശേഷം വെള്ളം ചേർത്ത് അതിന് മുകളിൽ വൃത്തിയുള്ള തുണി പൊതിഞ്ഞാൽ അത് ഐസ് പാക്കാണ്. അതിനാണ് ഐസ് പാക്ക് എന്ന് പറയാം. ഓക്കെ. ദെൻ ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ ചതവ്. Do bruises occur on the body when heavy objects fall on it? What first aid can be provided for a bruise? You can place a wet piece of cloth or an ice pack on the bruised part to avoid pain or swelling. അപ്പോൾ ചതവ്, ഭാരമുള്ള വസ്തുക്കൾ ദേഹത്ത് വീഴുമ്പോഴും മറ്റും ശരീരത്തിൽ ചതവുണ്ടാകാറുണ്ടല്ലോ. ചതവിന് എന്ത് പ്രാഥമിക ശുശ്രൂഷയാണ് ചെയ്യാൻ കഴിയുക? വേദനയും നീർക്കെട്ടും ഒഴിവാക്കാൻ തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കാം. ഡോൺ അപ്ലൈ ഹീറ്റ് ഓർ മസാജ് ദ ഏരിയ. ചൂടേൽപ്പിക്കുകയോ തിരുമ്മുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ കൂട്ടുകാർ. ദെൻ ഫെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബോധക്ഷയത്തിനാണ് ഫെയിൻറ്റിങ് എന്ന് പറയാം അല്ലേ? വാട്ട് വിൽ യു ഡു ഇഫ് യുവർ ഫ്രണ്ട് ഫെയിൻറ്റഡ് വൈൽ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് കളിച്ചുകൊണ്ടിരിക്കെ കൂട്ടുകാരന് ബോധക്ഷയം ഉണ്ടായാൽ, കൂട്ടുകാരൻ ബോധം കെട്ട് പോയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? See that the person can lie down when he feels giddy. തല ചുറ്റുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കിടത്താൻ സൗകര്യമൊരുക്കണം. ഓക്കെ. Then hold the legs high. കിടത്തിയ ശേഷം കാൽ ഉയർത്തി വെക്കണം. Loosen tight clothes if any. ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അയച്ചിടാൻ ശ്രദ്ധിക്കണം. Ensure fresh air by avoiding to crowd around the person. ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധവായു ലഭ്യമാക്കണം. Then we discuss fracture.
അസ്ഥിഭംഗം അല്ലേ, അതായത് എല്ല് പൊട്ടുക. Sometimes bones fracture due to accidents, but the surrounding body parts may not get injured. In some other instances, the broken bone comes out piercing the body. Take care to prevent bleeding and germs from entering the wound. Provide medical assistance immediately. അപ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ചിലപ്പോൾ അസ്ഥിക്ക് പൊട്ടലുണ്ടാകുന്നു അല്ലേ, എന്നാൽ ചുറ്റുമുള്ള ശരീരഭാഗങ്ങൾക്ക് മുറിവുണ്ടാകുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഒടിഞ്ഞ അസ്ഥി മാംസത്തിൽ തുളച്ച് കയറി പുറത്തു വരാറുണ്ട്. ഈ അവസരത്തിൽ രക്തപ്രവാഹം തടയാനും മുറിവിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ എന്താണ് സ്പ്ലിൻറ്റ്? While dressing the fractured part, a splint is used to prevent the movement of joints above and below the fractured bone. A normal ruler, thin piece of wood, cardboard, etc. can be used for this. ഇപ്പോൾ സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. എല്ലൊടിഞ്ഞ ഭാഗം കെട്ടുമ്പോൾ ഒടിഞ്ഞ ഭാഗത്തിന് മുകളിലും താഴെയുമുള്ള അസ്ഥികൾ അനങ്ങാതിരിക്കാനാണ് സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത്. സാധാരണ സ്കെയില്, കനം കുറഞ്ഞ മരക്കഷ്ണം, കാർഡ്ബോർഡ് തുടങ്ങിയവ നമുക്ക് ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഓക്കെ, അതായത് shift the fractured person only after keeping the fractured part intact. A splint may be used for this purpose. അപ്പോൾ എന്തിനാണ് സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത്? ഈ ഒടിഞ്ഞ ഭാഗം ഇളകാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകിയ ശേഷം മാത്രമാണ് അപകടത്തിൽപ്പെട്ടയാളെ മാറ്റാവൂ. അതിനാണ് സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൈ ഒടിഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒടിഞ്ഞ കൈ എന്ത് ചെയ്യണം? ആ എല്ലുകൾ ഇളകാൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു ബോർഡിലോ മരക്കഷ്ണത്തിലോ അല്ലെങ്കിൽ സ്കെയിലിലോ ഒക്കെ മെല്ലെ വെച്ച് കെട്ടിയതിന് ശേഷം ആ ഭാഗം ഇളകാൻ അനുവദിക്കാതെ രീതിയിലാക്കിയതിന് ശേഷം മാത്രമേ അപകടത്തിൽപ്പെട്ടയാളെ അവിടുന്ന് മാറ്റി കിടത്താവൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അയാൾക്കത് കൂടുതൽ പെയിൻ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ്, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫുഡ് ചോക്കിംഗ്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ. ഫുഡ് ചോക്കിംഗ് ബ്ലോക്ക്ഡ് ഇൻ ദ ത്രോട്ട് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ദ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡഡ് അറ്റ് ദ ടൈം ഹെൽപ്സ് ടു സേവ് ലൈഫ്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നത് അപകടകരമായ ഒരവസ്ഥയാണ്. ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് നൽകുന്ന പ്രഥമ ശുശ്രൂഷ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. Press the stomach with one hand and tap strongly on the back of the affected person. If the food doesn't come out even after this is done for 3-5 times, provide medical assistance immediately. ഒരു കൈ കൊണ്ട് വയറിന് മുകൾ ഭാഗത്ത് അമർത്തുകയും അതേസമയം മറു കൈ കൊണ്ട് പുറത്ത് ശക്തിയായി അടിക്കുകയും ചെയ്യുക. 3 മുതൽ 5 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്തിട്ട് ഭക്ഷണപദാർത്ഥം പുറത്തുവന്നില്ലെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം തേടണം. എങ്ങനെയാണ്? ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കൈ കൊണ്ട് വയറിന് മുകൾ ഭാഗത്ത് അമർത്തി പിടിക്കുക, അതേസമയം മറു കൈ കൊണ്ട് പുറത്ത് ശക്തിയായി അടിക്കുകയും ചെയ്യുക. 3 മുതൽ 5 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്തിട്ടും ഭക്ഷണപദാർത്ഥം പുറത്ത് വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ചെയ്യണം. ഓക്കെ, ഇനി ബേൺസ്, പൊള്ളലേറ്റാൽ. ഓക്കെ, ഹാവ് യു എവർ സഫേർഡ് ഫ്രം ബേൺസ്? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓഫ് ഗെറ്റിംഗ് ബേൺസ്? അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ടോ? പൊള്ളലേൽക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വെൻ ആസിഡ് ഫാൾസ് ഓൺ ദ ബോഡി, അല്ലേ? അപ്പോൾ നമ്മുടെ മേലെ നമ്മുടെ മേലേക്കൊക്കെ ആസിഡായി കഴിഞ്ഞാൽ എന്തൊക്കെയാലും പ്രശ്നം? ആസിഡായി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം എന്ത് ചെയ്യും? പൊള്ളി പോവും, അല്ലേ? അതുപോലെ ബൈ ഫാളിങ് ഓഫ് ബോയിൽഡ് വാട്ടർ ഓർ ഓയിൽ, അതുപോലെ നമ്മുടെ മേലെ ചൂടുവെള്ളമോ ചൂടുള്ള എണ്ണയൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ പൊള്ളിപ്പോവും. വൈൽ ലൈറ്റ്നിങ് ലാമ്പ്, അല്ലേ? അതുപോലെ നമുക്ക് ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. വെൻ ടച്ചിങ് ഹോട്ട് വെസൽസ്, ചൂടുള്ള പാത്രങ്ങൾ തൊടുമ്പോൾ നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ബൈ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, ഇടിയും മിന്നലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പൊള്ളലേൽക്കാം, അല്ലേ? സോ വാട്ട് ഷുഡ് ബി ഡൺ വെൻ ദർ ഈസ് എ ബേൺ? ഇപ്പോൾ പൊള്ളലേറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? pour water continuously over the burned area, പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായി തണുത്ത വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. then don't put ice on the burned area, അപ്പോൾ തീവ്രമായി പൊള്ളലേറ്റ ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഐസ് വെക്കാൻ പാടില്ല.
Don't pull away the clothes stuck to the burn area. പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ച തുണി നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. Don't apply anything as medicine on the burned area. പൊള്ളലേറ്റ ഭാഗത്ത് ഔഷധമെന്ന ധാരണയിൽ എന്തെങ്കിലും പുരട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലേ, പലതും പുരട്ടുന്നതൊക്കെ നമുക്ക് കാണാം. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. Then when the dress catches fire, വസ്ത്രത്തിൽ തീ പിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? Try to extinguish the fire using water. വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക. Rolling on the ground helps to put out the fire. നിലത്ത് കിടന്ന് ഉരുളുന്നത് തീ കെടുത്താൻ സഹായകമാണ്. Don't allow the person to run in panic. Fire blaze by the wind. പരിഭ്രമിച്ച് ഓടാൻ അനുവദിക്കരുത്, കാറ്റിൽ തീ ആളിക്കത്തും. Cover the person immediately with a thick blanket or jute sack. കട്ടിയുള്ള പുതപ്പോ ചണച്ചാക്കോ കൊണ്ട് പെട്ടെന്ന് പൊതിയാനാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്, കെടാൻ വേണ്ടിയിട്ട്. What are the precautions that can be taken to avoid burns? Discuss and note down in your environment diary. പൊള്ളൽ ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാൻ കഴിയുക? ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതുമല്ലോ. അപ്പോൾ പൊള്ളൽ ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ ലിസ്റ്റ് ചെയ്തിട്ട് പരിസര പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി ചർച്ച ചെയ്യുന്നത് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടി. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൻ ടു എ പേഴ്സൺ ബിറ്റൻ ബൈ എ സ്നേക്ക്? പാമ്പ് കടിയേറ്റ ആൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകാൻ കഴിയുക? കൺസോൾ ദ പേഴ്സൺ, പാമ്പ് കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക. ഡോൺ അലോ ദ പേഴ്സൺ ടു റൺ ഓർ വാക്ക്, പാമ്പ് കടിയേറ്റ ആളെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. വാഷ് ദ വോൺ ക്ലീൻ, കടിയേറ്റ ഭാഗം വൃത്തിയായി കഴുകുക. കീപ് ദ ബിറ്റൻ പാർട്ട് ലവേർഡ്, കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്, എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കണം. ദർ ആർ poisonous and non-poisonous snakes. Identify the snakes will make the treatment easy. അപ്പോൾ പാമ്പുകളിൽ എന്തുണ്ട്? വിഷമുള്ളതുകൊണ്ട് വിഷമില്ലാത്തതുണ്ട്. അപ്പോൾ കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നതാണ് ചികിത്സ എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നത് ചികിത്സ എളുപ്പമാക്കും. Drowning. Knowing to swim will reduce accidents in water. അപ്പോൾ ഇനി വെള്ളത്തിൽ വീഴുണ്ടാകുന്ന അപകടങ്ങളാണ് ഡ്രൗണിങ്. Knowing to swim will reduce accidents in water. നീന്തൽ അറിയുന്നത് വെള്ളത്തിൽ വീണ് സംഭവിക്കുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കില്ലേ? Okay, we can bring a person who fell in water ashore by providing him a long rope or cloth or piece of wood. One should take care of himself while trying to save a person drowning in water. Don't jump into the water if you don't know swimming. Try to seek the help of others. നീളമുള്ള കയറോ തുണിയോ തടി കഷ്ണമോ ഇട്ട് കൊടുത്ത് അപകടത്തിൽപ്പെട്ടയാളെ കരക്കെത്തിക്കാൻ ശ്രമിക്കാം നമുക്കല്ലേ. വെള്ളത്തിൽ ആരെങ്കിലും വീണാൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ സ്വന്തം സുരക്ഷ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടരുത്. സഹായത്തിന് ആൾക്കാരെ വിളിക്കാൻ ശ്രദ്ധിക്കണമല്ലോ. ദെൻ ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതാഘാതം. ഡോണ്ട് വി യൂസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്. നാം നിരവധി വൈദ്യുത ഉപകരണം കൈകാര്യം ചെയ്യാറുണ്ടല്ലോ. ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ യൂസിങ് ദം. അപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. വാട്ട് കുഡ് ബി ഡൺ ടു സേവ് എ പേഴ്സൺ ഫ്രം ആൻ ഇലക്ട്രിക് ഷോക്ക്? വൈദ്യുതാഘാതം ഏറ്റ ഒരാളെ രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? സ്വിച്ച് ഓഫ് ദ പവർ സപ്ലൈ ഇഫ് ദ ഫ്ലോ ഓഫ് കറണ്ട് കാൻ ബി സ്റ്റോപ്ഡ്. Separate the affected person from the electric connection using a glove or a dry piece of wood. അപ്പോൾ എന്തൊക്കെ ചെയ്യാനാവെന്ന് ചോദിച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് വൈദ്യുതി പ്രവാഹം തടയുക, അല്ലേ? മെയിൻ ഓഫ് ചെയ്തുകൊണ്ട് വൈദ്യുതി പ്രവാഹം തടയുക. വൈദ്യുതി പ്രവാഹം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത കയ്യുറയോ ഉണങ്ങിയ തടിക്കഷ്ണമോ ഉപയോഗിച്ച് ആഘാതമേറ്റ ആളെ വൈദ്യുത ബന്ധത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക, അല്ലേ? നമുക്ക് കാണാറുണ്ട് ഉണങ്ങിയ മരക്കഷ്ണം കൊണ്ടൊക്കെ അടിച്ച് അവിടെ മാറ്റുന്നത്.
What other materials can be used for this? The safety of the person who helps is also important. മറ്റേതൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാം? സഹായിക്കുന്ന ആളിൻ്റെ സുരക്ഷിതത്വം പ്രധാനമാണ്. അല്ലേ? What precautions can be taken to prevent electric shocks? Discuss and note them down in the environment diary. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ ഏതൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പ്രഥമ ശുശ്രൂഷ പെട്ടി എന്ന് മലയാളത്തിൽ പറയാം. വാട്ട് ആർ ദ മെറ്റീരിയൽസ് നെസസറി ഫോർ ഫസ്റ്റ് എയ്ഡ്? ഡോണ്ട് യു ഹാവ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിത്ത് ഓൾ സച്ച് തിങ്സ് ഇൻ യുവർ സ്കൂൾ ആൻഡ് ഹോം? എന്തൊക്കെ സാധനങ്ങളാണ് പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി വരുന്നത്? ഇത്തരം സാധനങ്ങൾക്ക് എഴുതി വെക്കുന്ന പ്രഥമ ശുശ്രൂഷ പെട്ടി വിദ്യാലയത്തിലും വീട്ടിലും ഉണ്ടല്ലോ. പരിശോധിച്ച് നോക്കാം. Let us set a first aid box. Material to be included in the first aid box. അപ്പോൾ നമുക്ക് പ്രഥമ ശുശ്രൂഷ പെട്ടി തയ്യാറാക്കണം. എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ആൻറ്റിസെപ്റ്റിക് വേണം അല്ലേ, അണുനാശിനി വേണം, കോട്ടൺ വേണം, ദെൻ ബാൻഡേജ്, ദെൻ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഡിസ്ഇൻഫെക്റ്റഡ് ഗ്ലൗസ്, അണുയുക്തമാക്കപ്പെട്ട ഗ്ലൗസുകൾ വേണം, സിസേഴ്സ് കത്രിക വേണം, ദെൻ അത്തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് വേണ്ടത്, അതൊക്കെ അതിന് വേണം അല്ലേ. ആക്സിഡൻറ്റ്സ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ അറ്റ് എനി ടൈം. ഫസ്റ്റ് എയ്ഡ് ഹെൽപ്സ് ടു സേവ് ദ പ്രഷ്യസ് ലൈഫ്. അപകടങ്ങൾ ആർക്കും എപ്പോഴും സംഭവിക്കാം. പ്രഥമ ശുശ്രൂഷ വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് എയ്ഡ് ഡേ. Every year the second Saturday of September is observed as First Aid Day to bring out the significance of first aid. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ച പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നു. So this is the end of this chapter. You will have a mock test related to this chapter, review of this chapter. So what you want to do that after this class, you have to wait for your mock test. It will come with